നിരഞ്ജൻ പതിവ് പോലെ രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു. മേഘയും വർഷയും വിഹാന്റെ കൂടെയാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. പ്രതീക്ഷിക്കാതെ വർഷയെ ഹോസ്പിറ്റലിൽ കണ്ടപ്പോൾ നിരഞ്ജൻ ആദ്യം ചെറിയ ദേഷ്യം തോന്നിയെങ്കിലും അവളുടെ അന്നേരത്തെ ആ ചവിട്ട് ഓർമ്മ വന്നതും ആ ദേഷ്യമൊക്കെയും അലിഞ്ഞില്ലാതായി. അന്ന് ശ്വേത ലീവായിരുന്നു. അതിനാൽ ഇന്ന് താൻ ഹെൽപ്പ് ചെയ്തോളാം എന്ന് വർഷ പറഞ്ഞപ്പോൾ നിരഞ്ജൻ എതിരൊന്നും നിന്നില്ല. റൗണ്ട്സിന് വർഷയും ശീതലും ആയിരുന്നു ഉണ്ടായിരുന്നത്. നിരഞ്ജൻ ഓരോ രോഗികളെയായി പരിശോധിച്ചുകൊണ്ട് വരികയാണ്. അതിനിടയിൽ രോഗികളോട് കുശലാന്വേഷണം നടത്തുന്നുണ്ട്. രോഗികളോട് ആൾ വളരെ സൗമ്യമായിട്ടാണ് പെരുമാറുന്നത്. അതിനിടയിലാണ് ദിവസങ്ങൾക്ക് മുൻപ് തലയ്ക്ക് സാരമായി പരിക്കേൽക്കുകയും സർജറി ചെയ്യുകയും ചെയ്ത വൃദ്ധനായ ഒരു രോഗിയെ അവൻ പരിശോധിക്കുന്നത്. കൂടെ വർഷയും ശീതളും തന്നെയാണുള്ളത്. നിരഞ്ജൻ അയാൾക്ക് നിറഞ്ഞ ചിരി സമ്മാനിച്ചു. കൊച്ചു വർത്താനൊക്കെയും പറഞ്ഞുകൊണ്ട് അയാളുടെ മുറിവൊക്കെ തൊട്ടു നോക്കി. ആളുടെ മുറിവൊക്കെ ഉണങ്ങിയോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയും അതിൻ്റെ കൂടെ മുറിവ് ഒന്നുകൂടി ഡ്രസ് ചെയ്യാൻ വേണ്ടിയും രോഗിയുടെ തലയിലെ ബാൻഡേജ് അഴിക്കാൻ വേണ്ടി പറഞ്ഞതാവട്ടെ ശീതളിനോടും. ഇത്രയും ദിവസം ഇതുപോലുള്ള ഒരു സിറ്റുവേഷൻ അവൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നില്ല. കാരണം ശ്വേത ഉള്ളപ്പോൾ എല്ലാ കാര്യവും അവളെ ആയിരുന്നു നിരഞ്ജൻ ഏൽപ്പിച്ചിരുന്നത്. നിരഞ്ജൻ പറഞ്ഞത് കേട്ടതും ശീതളൊന്ന് പതറി. പെട്ടെന്ന് ചെയ്യ് നിന്ന് പരങ്ങുന്ന ശീതളിനെ കണ്ട് നിരഞ്ജൻ ഗൗരവത്തിൽ പറഞ്ഞു. അന്നേരം വർഷയുടെ ഉള്ളിൽ വിജയച്ചിരി വിരിഞ്ഞു. അതിനു വേണ്ട മരുന്നും ഇൻസ്ട്രുമെൻസൊക്കെയും ശീതളിന് നേരെ നീട്ടി വർഷ വല്ലാത്ത ഭാവത്തിൽ അവളെ ഒന്ന് നോക്കി. ശീതൾ വർഷയുടെ കയ്യിൽ നിന്നും അതൊക്കെ വാങ്ങി ബാൻഡേജ് കത്രിക കൊണ്ട് മുറിക്കാൻ നേരം വേദന കൊണ്ട് രോഗി നിലവിളിച്ചു. അത് കണ്ട് നിരഞ്ജൻ അവളെ ദഹിപ്പിച്ചു നോക്കി. അവളിൽ നിന്നും അതൊക്കെ പിടിച്ചു വാങ്ങി രോഗിയുടെ തലയിൽ ചുറ്റിയ ബാൻഡേജ് അഴിച്ചു മാറ്റി ശേഷം മുറിവ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശീതളിനെ തന്നെ ഏൽപ്പിച്ചു. അവളാണെങ്കിൽ നിന്ന് വിയർക്കാൻ തുടങ്ങി. അവൾക്ക് എന്ത് ചെയ്യണം എന്നറിഞ്ഞില്ല. അവൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത് കണ്ടതും നിരഞ്ജനിൽ വീണ്ടും ദേഷ്യം നിറഞ്ഞു. രോഗിയാണെങ്കിൽ വേദന കൊണ്ട് പുളയുന്നുണ്ട്. എന്താ, ഒരു മുറിവ് ക്ലീൻ ചെയ്യാൻ പോലും തനിക്ക് അറിയില്ല എന്നുണ്ടോ? എവിടെ നിന്നാണാവോ ഇതൊക്കെ കുറ്റിയും പറിച്ചു വരുന്നത് എന്നും പറഞ്ഞ് അവൻ തന്നെ ബാൻഡേജ് അഴിക്കാൻ തുടങ്ങിയതും വർഷം മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, ഡോക്ടർ, ഞാൻ ചെയ്യാം. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു, ക്യാൻ യു? യെസ് ഡോക്ടർ. ഓക്കെ, യു ക്യാരി ഓൺ. അതും പറഞ്ഞ് അവൻ വർഷയുടെ കയ്യിൽ അതൊക്കെ ഏൽപ്പിച്ചു. വർഷ രോഗിയോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് അയാളുടെ ശ്രദ്ധ മാറ്റിക്കൊണ്ട് തൻ്റെ പ്രവൃത്തി ഭംഗിയോടെ ചെയ്യുന്നത് കണ്ടതും നിരഞ്ജൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി മുട്ടിട്ടു. കുരുവിക്ക് തലക്ക് വെളിവില്ലേലും ഇത്തരം കാര്യത്തിലെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് അവൻ മനസ്സിൽ വിചാരിക്കുകയാണ്. ശീതളിൻ്റെ മുഖത്താണെങ്കിൽ ദേഷ്യം നുരഞ്ഞു പൊന്തി. അവളുടെ അന്നേരത്തെ നിൽപ്പും ഭാവവും കണ്ട് നിരഞ്ജനിൽ സംശയം നിറഞ്ഞു. ഇന്ന് വൈകുന്നേരത്തിന് മുൻപേ താൻ എന്നെ വന്നു ഒന്ന് കാണണം എന്നും പറഞ്ഞ് അവളോട് പൊയ്ക്കോളാൻ പറഞ്ഞപ്പോൾ അവൾ വീണ്ടും എന്തൊക്കെയോ പറഞ്ഞ് സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചു. ഗെറ്റ് ലോസ്റ്റ്, നോൺസെൻസ്. അതൊരു അലർച്ചയായിരുന്നു. അത് കേട്ടതും ക്രൂരഭാവത്തോടെ വർഷയൊന്ന് നോക്കിക്കൊണ്ട് അവൾ അവിടെ നിന്ന് പോയി. നിരഞ്ജൻ്റെ കണ്ണുകൾ വീണ്ടും വർഷയിലേക്ക് നീണ്ടു. ആൾ മുൻപത്തേക്കാളും ചെറുതായി വണ്ണം വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഭംഗിയും. ചെറുതായി ഉന്തിയ വയർ ചുരിദാറിൻ്റെ ഷോൾ കൊണ്ട് മറച്ചിട്ടുണ്ട്. എന്നാലും കുനിഞ്ഞു നിൽക്കുന്നതിനാൽ അത് ചെറുതായി കാണുന്നുണ്ട്. മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ അവളുടെ പ്രവൃത്തികൾക്ക് തടസ്സം നിൽക്കുമ്പോൾ അത് ഒതുക്കി വെക്കാൻ അവൻ്റെ ഉള്ളം വെമ്പുന്നുണ്ടായിരുന്നു. ഒടുവിൽ പരിസരബോധം വന്ന നിരഞ്ജൻ അവളിൽ നിന്ന് നോട്ടം പിൻവലിച്ചു. അവൻ്റെ പ്രവൃത്തികൾ വർഷ ഇടങ്കണ്ണാലെ നോക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞുട്ടോ, ഇപ്പൊ വേദനയൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ ചെറിയ വേദന ഉണ്ടെങ്കിലും പേടിക്കണ്ട, ഈ ഡോക്ടറെ എല്ലാം ഭേദാക്കി തരും. വർഷ ഓരോന്ന് പറഞ്ഞ് അയാളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അത് പിന്നെ ഞമ്മക്ക് അറിഞ്ഞൂടെ എൻ്റെ മോളെ, ഈ ഡോക്ടറെ നമ്മളെ മുത്താണ്. ഡോക്ടറെ പറ്റി നമുക്ക് നല്ലോണം അറിയാന്നേ. പക്ഷേങ്കിൽ മോളെ നമ്മൾ ആദ്യം കാണുക. എന്താ മോളെ പേര്? വർഷ. ആഹാ, നല്ല പേര്. മോളിവിടെ പുതിയതാണോ? അല്ല ഇക്ക, ഞാനിവിടെ മുൻപുണ്ടായിരുന്ന നേഴ്സാണ്. കേട്ടോ ഡോക്ടറെ, ഇതുപോലുള്ള നേഴ്സുമാരൊക്കെയാണ് ഞമ്മക്കൊക്കെ വേണ്ടേ. ഈ മോളേൻ്റെ മുറിവ് ക്ലീൻ ചെയ്തപ്പോഴോ ബാൻഡേജ് ഒട്ടിച്ചപ്പോഴേ നമ്മൾ വേദന അറിഞ്ഞതേയില്ല ഡോക്ടറെ. നല്ല കൈപ്പുണ്യുള്ള മോളാണ്. അത് കേട്ടതും വർഷ അറിയാതെ പുഞ്ചിരിച്ചു. മോളെ കല്യാണം കഴിഞ്ഞതാ? അത് കേട്ടതും വർഷ നിരഞ്ജനെ ഒന്ന് നോക്കി. ആ ഇക്ക കഴിഞ്ഞു. അവനാണേൽ ഇതൊക്കെ ഒരു പുഞ്ചിരിയോടെ കേട്ട് നിൽപ്പുണ്ട്. അത് ശരി. അപ്പോൾ എവിടെ എൻ്റെ പുയ്യാപ്പിള? ഗൾഫിലാ? അല്ലല്ല ബുക്ക, ആൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇത്തവണ മറുപടി പറഞ്ഞത് നിരഞ്ജനാണ്. ആഹാ, ഇവിടെ തന്നെയെന്ന് വെച്ചാ ഈ ഹോസ്പിറ്റലിലോ? ആരപ്പ അത്? ഈ ഞാൻ തന്നെയാ ബുക്ക, നിരഞ്ജൻ ചെറുചിരിയാലെ പറഞ്ഞു. ആ ആ ആ ആ അത് ശരി. ഡോക്ടറെ ബീബി ആണല്ലേ ഇത്? അല്ലെങ്കിൽ നമ്മളെ ഡോക്ടർക്ക് പഠിച്ചോ നല്ലതല്ലേ തരുള്ളൂ. എന്തായാലും ഞമ്മക്ക് ഡോക്ടറെ ബീബിയെ പെരുത്തിഷ്ടായിട്ടോ. അത് കേട്ടതും വർഷ നിരഞ്ജനെ നോക്കി പുരികം പൊക്കി. അത്രയ്ക്കും വേണോ അബുക്ക? ആളെ അബുക്കൊക്കെ അറിയാഞ്ഞിട്ടാ, കാഞ്ഞ വിത്ത. നിരഞ്ജൻ വർഷയെ നോക്കിക്കൊണ്ട് പറഞ്ഞു.
ആര് പറഞ്ഞു? നല്ലൊരു മോളായത്. നിങ്ങൾക്ക് 2 പേർക്കും നല്ലതേ വരൂ. അങ്ങനെ കുറച്ചു നേരം അയാളോട് സംസാരിച്ച് 2 പേരും അയാളോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഇതേ സമയം ശീതൽ ഫോൺ സംഭാഷണത്തിലായിരുന്നു. പ്ലീസ് സർ, ഇനി ഒരു നിമിഷം എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ആ നിരഞ്ജൻ ഡോക്ടർക്ക് എന്തോ ഒരു സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ശീതൽ നടന്ന സംഭവമൊക്കെയും അയാളോട് പറഞ്ഞു. ഹേയ് നോ, ഒരു കാരണവശാലും അയാളുടെ മുന്നിൽ ചെന്ന് പെടരുത്. ഇന്ന് തന്നെ താൻ ഒരു കാര്യം ചെയ്യണം. ആ ഡോക്ടറുടെ വൈഫിൻ്റെ മരണം തൽക്കാലത്തേക്ക് നമുക്ക് അത് മതി. ഡോക്ടറെ തകർക്കാൻ ഈ ഒരൊറ്റ കാര്യം മതി. ഒരു സംശയമില്ലാതെ താൻ കാര്യം നടത്തിയേക്കണം. അതിന് നിന്നെ സഹായിക്കാൻ അവിടെ ഒരാൾ കൂടി ഉണ്ടാവും. ആരാ അത്? ശീതൽ സംശയത്തോട് ചോദിച്ചു. ആ ഹോസ്പിറ്റലിലെ അറ്റൻഡർ വിൻസെൻ്റ്. ആളോട് ഞാൻ കാര്യങ്ങളൊക്കെയും പറഞ്ഞിട്ടുണ്ട്. അവൻ നിനക്കിപ്പോൾ വിളിക്കുന്നതായിരിക്കും. ശരി സർ എന്നും പറഞ്ഞ് ശീതൽ കോൾ അവസാനിപ്പിച്ചു. ഇതേസമയം ഗ്രൗണ്ട് ഫ്ലോറിലെ ആളൊഴിഞ്ഞ വരാന്തയിൽ നിന്നും വർഷ റൗണ്ട്സിനിടയിൽ നടന്ന കാര്യങ്ങളൊക്കെ മേഘയോട് പറഞ്ഞു ചിരിക്കുകയായിരുന്നു. എൻ്റെ പൊന്നു സനി, അന്നേരം അവളുടെ ആ മുഖമൊന്ന് കാണണമായിരുന്നു. പിന്നെ ആ ഗെറ്റ് ഔട്ട് അടി കൂടി അടിച്ചപ്പോൾ എനിക്ക് അച്ചുവേട്ടനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ തോന്നിപ്പോയി. നിനക്കത് കാണാനുള്ള ഭാഗ്യമില്ലാതായിപ്പോയല്ലോ. എനിക്കിനി മരിച്ചാലും വേണ്ടില്ല. അച്ചുവേട്ടൻ്റെ മുന്നിൽ ഷൈൻ ചെയ്യാനും പറ്റി, അവൾക്കിട്ടൊരു പണിയും കിട്ടി. എനിക്ക് കാണണമെന്നില്ല അമ്മോ. നീ പറഞ്ഞപ്പോൾ ഞാനത് മനസ്സിൽ കൂടി കണ്ടു കഴിഞ്ഞു. പിന്നെ അമ്മോ, കണ്ണേട്ടൻ കൃത്യം 2 മണിക്ക് തന്നെ ഇങ്ങോട്ട് വരൂട്ടോ. അത് കഴിഞ്ഞാണ് നമ്മൾ പ്ലാൻ പ്രകാരം ഓരോന്ന് ചെയ്യുന്നത്. ആദ്യം ശീതളിന് മുന്നിൽ വെച്ച് നീ ഓരോന്ന് സംസാരിച്ച് അവളെ തെറ്റിദ്ധരിപ്പിച്ച് നിന്നെ ഫോളോ ചെയ്യിപ്പിക്കുക. അതാണ് നമ്മുടെ ആദ്യ ഉദ്ദേശം. അവരവരുടെ പ്ലാനിങ്ങും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ നേരാണ് തൊട്ടടുത്ത ആളൊഴിഞ്ഞ മുറിയിൽ നിന്ന് ഒരനക്കം പോലെ കേൾക്കുന്നത്. അമ്മോ, അകത്താരെങ്കിലും ഉണ്ടോ? മേഘ സംശയത്തോടെ ചോദിച്ചു. ഇല്ല, ഞാൻ നേരത്തെ നോക്കിയതാ. അന്നേരം ആരെയും കണ്ടില്ല. അതുമല്ല, ഈ ഭാഗത്തൊന്നും അധികം ആരും വരാറില്ല. ഈ മുറിയിൽ പഴയ ഹോസ്പിറ്റൽ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെയാണെന്ന് അച്ചേട്ടൻ പറഞ്ഞത്. അല്ല അമ്മോ, ഞാൻ ശരിക്കും കേട്ടതാ. നമുക്കൊന്ന് നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് മേഘ വർഷയും കൂട്ടി അകത്തേക്ക് നടന്നു. അവരിരുവരും അകത്തെ മുറിയിലേക്ക് നടന്നു. അവിടെ എങ്ങും ആരെയും കണ്ടില്ല. ഒടുവിൽ തിരികെ മടങ്ങാൻ നേരാണ് ആ മുറിയുടെ ഉള്ളിലെ മറ്റൊരു മുറിയിൽ ഒരു നിഴലനക്കം മേഘ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഇരുവരും അകത്തേക്ക് കയറി നോക്കുമ്പോൾ അവിടത്തെ വലിയൊരു ഷെൽഫിലെ ഫയൽസ് തപ്പുന്ന ആളെ കണ്ട് വർഷയ്ക്ക് സമാധാനായി. വിൻസെന്റ് ഏട്ടനായിരുന്നോ? ഞങ്ങൾ പേടിച്ചു പോയിട്ടോ. അല്ല, ചേട്ടൻ എന്ത് ചെയ്യുക? അത് മോളെ, ഞാനൊരു പഴയ ഫയൽ തപ്പുക. നിരഞ്ജൻ ഡോക്ടർ പറഞ്ഞിരുന്നു. അല്ല, മോളെന്താ ഇവിടെ? അയാൾ നിറഞ്ഞ ചിരിയോടെ വർഷയ്ക്ക് മറുപടി കൊടുത്തുകൊണ്ട് അവൾക്ക് നേരെ മറുചോദ്യം ഉയർത്തി. ഒന്നുമില്ല ചേട്ടാ, ഞാൻ ഇവൾക്ക് ഇവിടെയൊക്കെയും കാട്ടിക്കൊടുക്കുമായിരുന്നു. എന്നാ ചേട്ടൻ്റെ പണി നടക്കട്ടെ, ഞങ്ങൾ പോകുവാണേ എന്നും പറഞ്ഞ് വർഷ മേഘയുടെ കൈയും പിടിച്ച് നടക്കാൻ നേരം മേഘ അയാളൊന്ന് തിരിഞ്ഞു നോക്കാനും മറന്നില്ല. 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന വ്യക്തി. ആളുടെ മുഖത്ത് എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞു കിടക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അമ്മു, ആരാത്? അയാൾ നമ്മൾ പറഞ്ഞതൊക്കെ കേട്ട് കാണോ? അയാളുടെ മുഖത്ത് എന്തോ ഒരു കള്ളലക്ഷണം ഇല്ലേ എന്നൊരു സംശയം. എടി, നീ ഇത് എല്ലാവരെയും ആ കണ്ണിൽ കൂടി കാണുന്നതുകൊണ്ടാ. ആളൊരു പാവ. ഇവിടുത്തെ അറ്റൻഡർ, പേര് വിൻസെന്റ്. അച്ചേട്ടനൊക്കെ വലിയ കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് അയാളെ സംശയ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തേക്കാം. അതും പറഞ്ഞ് അവരിരുവരും അവിടെ നിന്ന് നടന്നു നീങ്ങി. അവരവിടെ നിന്ന് പോയതും അയാൾ ആരെയോ ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഉച്ചയ്ക്ക് ശേഷം നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് വർഷയ്ക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എങ്കിൽ അവളത് മേഘയോട് പറഞ്ഞില്ല. തനിക്കെന്തോ ഒരു അപകടം പറ്റാൻ പോകുന്നു എന്ന് അവളുടെ മനസ്സ് പറയുന്നത് പോലെ സമയം കടന്നു പോകുന്തോറും അവളിൽ നേരിയ തോതിൽ ഭയം ഉടലെടുക്കുന്നുണ്ടായിരുന്നു. തൻ്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റുമോ എന്നതായിരുന്നു അവളിലെ പേടി. കുഞ്ഞിനെന്തെങ്കിലും പറ്റിയാൽ അവൾക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. രാവിലെ നിരഞ്ജന് കൺസൾട്ടിങ് ഇല്ലായിരുന്നു. അതിനാൽ അവൻ തൻ്റെ കൺസൾട്ടിങ് മുറിയിലിരുന്ന് എന്തോ ഫയൽസ് നോക്കി അത് കമ്പ്യൂട്ടറിലേക്ക് പകർത്തുകയായിരുന്നു. വർഷ അവൻ്റെ ഓപ്പോസിറ്റ് ചെയറിലിരുന്ന് ഒന്നും മിണ്ടാതെ അവനെ കണ്ണിമ ചിമ്മാതെ നോക്കിയിരിക്കുകയായിരുന്നു. ആദ്യമായി കാണുന്നത് പോലെ അവൾ അവനെ നോക്കിയിരുന്നു. അവളുടെ കണ്ണുകൾ അവൻ്റെ മുഖത്ത് ആകമാനം ഓടി നടന്നു. ഇതേ സമയമാണ് അവന് അവളിലേക്ക് നോട്ടം പായിക്കുന്നത്. അവളുടെ നോട്ടം മനസ്സിലാക്കി അവൻ പുരികം പൊക്കിക്കൊണ്ട് ചോദിച്ചു, എൻ്റെ ചോര ഊറ്റിക്കഴിഞ്ഞോ? കെട്ടിയോൻ ആരെങ്കിലും ഇങ്ങനെ വായി നോക്കോടി? അതൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ നോക്കും. അതൊക്കെ പോട്ടെ, ഞാൻ വായിച്ചു തരണോ? ഇന്ന് തരൂന്നേ, ഞാൻ വായിക്കാം. അച്ചേട്ടൻ ടൈപ്പ് ചെയ്തോളൂ, അപ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ. ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണല്ലോ എന്നോട് പതിവില്ലാത്തൊരു സ്നേഹവും പിന്നെ അടക്കവും ഒതുക്കവും. എന്താ സംഭവം? നിന്റെ ഫ്യൂസ് അടിച്ചു പോയാ? ഫ്യൂസ് അടിച്ചു പോയതല്ല, ഞാൻ നന്നായതാ. നിങ്ങളല്ലേ എന്നും പറയാറ് എനിക്ക് വെളിവില്ല, പക്വതയില്ല എന്നൊക്കെ. അതുകൊണ്ട് ഇത്തിരി പക്വത വരുത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അത് കേട്ടതും നിരഞ്ജൻ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. എന്തിനാ നിങ്ങളിങ്ങനെ ചിരിക്കുന്നേ? പിന്നല്ലാതെ, ഇജാതി കോമഡി കേട്ടാ ആരെങ്കിലും ചിരിക്കാതിരിക്കോ? സത്യമായിട്ടും ഞാൻ നന്നാവാൻ പോവുക അച്ചേട്ടാ. നമ്മുടെ വാവയാണ്. ഞാൻ ദേ ഈ നിമിഷം മുതൽ നന്നായി.
അവൾ തൻ്റെ വയറിൽ കൈവച്ച് അത് പറഞ്ഞതും അവളിൽ നിന്ന് ഒരേങ്ങൽ പുറത്തു വന്നു. അവൾക്ക് ആദ്യമായി തൻ്റെ കുഞ്ഞിൻ്റെ അനക്കം ഫീൽ ചെയ്യാൻ തുടങ്ങി. ഒരു നിമിഷം അവൾ ശ്വാസം അടക്കി പിടിച്ചു നിന്നു പോയിരുന്നു. അവൾ ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടതും അവനിൽ വെപ്രാളം നിറഞ്ഞു. അവൻ തൻ്റെ ചെയറിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു. അമ്മു, എന്തുപറ്റി? അമ്മു, പറ അമ്മു. അവൾ അന്നേരം അവൻ്റെ കൈയെടുത്ത് തൻ്റെ വയറിലേക്ക് വെച്ചതും അച്ഛൻ്റെ സാമീപ്യം തിരിച്ചറിഞ്ഞ കുഞ്ഞ് വീണ്ടും വീണ്ടും അനങ്ങാൻ തുടങ്ങി. അവൻ അവളുടെ വയറിൽ ചുംബിച്ചു, അവിടെ മുഖം പൂഴ്ത്തി. ഇരുവരുടെയും കണ്ണുകൾ അന്നേരം നിറഞ്ഞിരുന്നു. കുറച്ചു നേരത്തിന് ശേഷമാണ് അവൻ അവളിൽ നിന്നും അകന്നു മാറിയത്. എൻ്റെ കൊച്ച് നിന്റെ കള്ളത്തരം മനസ്സിലാക്കി. അതാണ് കറക്റ്റ് ടൈമിൽ നിനക്ക് കിക്ക് തന്നത്. ആര് പറഞ്ഞു? ഞാൻ നന്നാവാൻ പോകുന്നതറിഞ്ഞേ ആളെ എന്നെ പ്രോത്സാഹിപ്പിച്ചതാ. വർഷയും വിട്ടുകൊടുത്തില്ല. അച്ചേട്ടാ, എന്നെ കുറച്ചു നേരം ഒന്ന് ഹഗ് ചെയ്യോ? അത് കേട്ടതും അവൻ അവളെ സൂക്ഷിച്ചു നോക്കി. എൻ്റെ അമ്മു, ശരിക്കും നിനക്കെന്താ പറ്റിയേ? ഒന്നും പറ്റിയിട്ടില്ല. എന്താണെന്നറിയില്ല, എനിക്ക് ഈ നെഞ്ചോട് ചേർന്ന് കിടക്കാൻ തോന്നുക. ഒരു പക്ഷേ ഇനി അങ്ങനെ. അത്രയും പറഞ്ഞവൾ നിർത്തി. ഒരു പക്ഷേ ഇനി? ബാക്കി പറ. ഒന്നുമില്ല, നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടേ വാ എന്നും പറഞ്ഞവൻ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് അവളെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചു. സമയം ഉച്ചയ്ക്ക് 2:15. വർഷ ഏറിയ നെഞ്ചിരിപ്പോടെ 4th ഫ്ലോറിലെ നഴ്സ് സ്റ്റേഷനകത്തേക്ക് നടന്നു. അന്നേരം അവിടെ അനിത സിസ്റ്ററും സുജാത സിസ്റ്ററും ശീതൾ ഉണ്ടായിരുന്നു. വർഷയെ കണ്ടതും ശീതൾ കാണാത്ത ഭാവം നടിച്ചു നിന്നു. വർഷ അവളെ ശ്രദ്ധിക്കാതെ മറ്റ് നഴ്സുമാരുടെ അടുത്തേക്ക് നടന്നു. അനിതേച്ചി, എന്താ മോളെ? ചേച്ചി മേഘയെ കണ്ടായിരുന്നോ? ഇല്ലല്ലോ മോളെ. ചേച്ചി, അവൾ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരികയാണെങ്കിലേ ഒന്ന് പറഞ്ഞേക്കണേ, ഞാൻ നമ്മുടെ പഴയ ലൈബ്രറിയിലുണ്ടാവുമെന്ന്. പഴയ ലൈബ്രറിയോ? അതെന്തിനാ മോളെ അങ്ങോട്ട് പോകുന്നത്? അവിടെ ഒക്കെയും കാട് പിടിച്ച് കിടക്കുവാണല്ലോ. മോൾക്ക് പുസ്തകം വല്ലതും വേണേ? ഇവിടെ പുതിയ ലൈബ്രറിയിൽ ഇഷ്ടം പോലെ ബുക്സ് ഉണ്ടല്ലോ. ഈ സമയത്ത് അവിടേക്ക് ഒറ്റയ്ക്ക് പോവണോ? മേഘ കുഞ്ഞ് വന്നിട്ട് ഒരുമിച്ച് പോയാൽ പോരെ? അത് കുഴപ്പമില്ല ചേച്ചി, ഞാൻ അച്ചേട്ടനോട് നിരഞ്ജൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ പോട്ടെ ചേച്ചി എന്നും പറഞ്ഞ് വർഷ അവിടെ നിന്ന് നടന്നു നീങ്ങുന്നത് കണ്ടതും ശീതളിൽ പുച്ഛവും ക്രൂരവുമായ ഭാവം നിറഞ്ഞു. അവൾ അല്പം മാറി നിന്ന് തൻ്റെ ഫോണിൽ നിന്നും ആരെയോ വിളിച്ച് സംസാരിച്ചു. ഹലോ, അവൾ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെയാണ് അവളുടെ പ്ലാനെങ്കിൽ അവൾ ഒരിക്കലും ആ ലൈബ്രറിയിൽ എത്തരുത്. അതിനു മുൻപ് തന്നെ നമ്മുടെ കൈകൊണ്ട് അവൾ തീരണം. ആ ഭാഗത്തെ CCTV ഒക്കെയും ഓഫാണല്ലോ അല്ലേ? ഞാനിതെത്തി. ശീതൾ അതും പറഞ്ഞു കോൾ അവസാനിപ്പിച്ചു. ഇതേ സമയം 2:25 വർഷ തൻ്റെ ഫോണിൽ നിന്നും മേഘയുടെ ഫോണിലേക്ക് താൻ ഇവിടെ നിന്ന് ഇറങ്ങി എന്നും പറഞ്ഞൊരു മെസ്സേജ് സെൻഡ് ചെയ്തിരുന്നു. ഇതേ സമയം വിഹാനും മേഘയും ആ പഴയ ലൈബ്രറിക്കുള്ളിൽ വർഷയും കാത്തു നിൽക്കുമായിരുന്നു. ഏറെ നേരമായിട്ടും വർഷയെ കാണാനിട്ട് മേഘ ഫോൺ എടുത്ത് നോക്കി. അപ്പോഴേക്കും സമയം 3:30. മേഘ വർഷയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. അപ്പോൾ ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നാണ് മറുപടി ലഭിച്ചത്. അന്നേരമാണ് 2:25 വർഷ തൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത മെസ്സേജ് അവൾ ശ്രദ്ധിക്കുന്നത്. ഒരു തരം വിറയലോടെ മേഘ ആ മെസ്സേജ് വിഹാന് കാട്ടിക്കൊടുത്തു. വെറും 15 മിനിറ്റ് മതിയാവുമല്ലോ അവിടെ നിന്ന് ഇവിടം വരെ എത്താൻ. എന്നിട്ട് 2:25 അവിടെ നിന്ന് പുറപ്പെട്ട അവൾ ഇതെവിടെ പോയി എന്ന തോന്നലിൽ അവരിരുവരും അവിടെ മുഴുവനും അവൾ അന്വേഷിച്ചു. അവിടെ എങ്ങും വർഷയെ കാണാതെ വന്നപ്പോൾ ഇരുവരും ഹോസ്പിറ്റൽ ബിൽഡിങ്ങിനുള്ളിലേക്ക് തിരിച്ചു കയറി. വിജനമായ സ്ഥലത്തിലൂടെ ഒരു പെണ്ണിനെ മുഖം മൂടി അണിഞ്ഞ ഒരാൾ വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാണ്. ബോധരഹിതയായ ആ പെണ്ണിൻ്റെ മുഖം അവളുടെ മുടി മുഴുവൻ വീണ് മറഞ്ഞു കിടപ്പുണ്ട്. അവളിട്ടിരിക്കുന്ന വെളുത്ത പാൻറ് രക്തത്തിൽ കുതിർന്ന് നിറം മാറി കിടപ്പാണ്. രക്തം കാലിലൂടെ ഒഴുകി ഒലിച്ചിറങ്ങുന്നുണ്ട്. എന്നിട്ടും അയാൾ ആ പെണ്ണിനെയും വലിച്ചിഴച്ചുകൊണ്ട് എങ്ങോട്ടോ പോവുകയാണ്. പാതി ബോധത്തിലും ആരുടെയോ പേരൊരു വിട്ടുകൊണ്ടുള്ള ചെറുതായ ഞരക്കം അവളിൽ നിന്ന് കേൾക്കാം. അവളുടെ മുടി മുഖത്ത് നിന്നും അല്പം മാറിയതും ആ മുഖം ചെറുതായി വ്യക്തമായി. അവളുടെ പേര് ഉറക്കെ വിളിച്ച് നിരഞ്ജൻ ഞെട്ടി ഉണർന്നു. അന്നേരം അവൻ്റെ മുഖത്താകമാനം വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിച്ചിരുന്നു. തൊണ്ട വറ്റി വരണ്ടിരുന്നു. അവൻ്റെ കണ്ണുകൾ വർഷയ്ക്ക് വേണ്ടി അവിടെ മുഴുവനും അലഞ്ഞു നടന്നു. തൊട്ടടുത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ കുപ്പി കയ്യിലെടുത്ത് അവൻ അത് മുഴുവനും കുടിച്ചു തീർത്തു. തൻ്റെ പോക്കറ്റിൽ നിന്നും തുവാലയെടുത്ത് മുഖം അമർത്തി തുടച്ചു. എന്നിട്ടും അവൻ്റെ കിതപ്പടങ്ങിയിരുന്നില്ല. ലഞ്ച് കഴിഞ്ഞ് ചെറുതായി മയങ്ങിയതായെന്ന് നിരഞ്ജൻ അപ്പോഴാണ് ഇതുപോലൊരു സ്വപ്നം കാണുന്നത്. അത് തൻ്റെ അമ്മ കൂടി ആയതും അവൻ എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നി തുടങ്ങി. മനസ്സ് പല വഴിക്ക് തിരിച്ചുവിടാൻ നോക്കിയെങ്കിലും മനസ്സിൽ നിന്നും ആ കാഴ്ചകൾ മാഞ്ഞു പോകുന്നേയില്ലായിരുന്നു. തൻ്റെ ഫോൺ കയ്യിലെടുത്ത് വർഷയുടെ നമ്പറിലേക്ക് വിളിച്ചു. ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്ന മറുപടി ലഭിച്ചപ്പോൾ അവൻ വർഷയെ അന്വേഷിച്ചു ക്യാബിൻ വിട്ട് പുറത്തിറങ്ങി. ഇതേ സമയം വിഹാനും മേഘയും വർഷ അവിടെ മുഴുവൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ആ സമയത്താണ് അവരുടെ മുന്നിലേക്ക് നിരഞ്ജൻ വരുന്നത്.
നിരഞ്ജനെ കണ്ടതും മേഘയുടെയും വിഹാന്റെയും മുഖത്ത് പരിഭ്രാന്തി നിറഞ്ഞു. അവനോട് എന്തു പറയും എന്ന് ആലോചിച്ച് വിഹാൻ ഒരു പിടുത്തവുമില്ലായിരുന്നു. മേഘയാണെങ്കിൽ ആകെ തളർന്ന അവശതയായിട്ടാണുള്ളത്. രണ്ടുപേരുടെയും മുഖത്തെ പതർച്ചയും പരുങ്ങലും നിരഞ്ജൻ ശ്രദ്ധിച്ചിരുന്നു. നീ എപ്പോൾ വന്നു? നിരഞ്ജൻ വിഹാന് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. ഞാൻ കുറച്ചു നേരമായി. ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് മേഘയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. മേഘ, അമ്മു എവിടെ? നിരഞ്ജന്റെ ചോദ്യം കേട്ട് വിഹാനും മേഘയും എന്ത് പറയണം എന്നറിയാതെ കുഴങ്ങി. മേഘ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അമ്മു എവിടെയാണെന്ന്. അവൻ ഇപ്പോഴും ആ സ്വപ്നത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതിനാൽ ഇത്തവണ കുറച്ച് കടുപ്പിച്ചാണ് ചോദിച്ചത്. അത് പിന്നെ അച്ചു ഏട്ടാ, അമ്മു. മേഘയ്ക്ക് വാക്കുകൾ കിട്ടാതെ വന്നു. അച്ചു, അത് വർഷ, ഷീസ് മിസ്സിങ്. വാട്ട്? മിസ്സിങ് ആണെന്നോ? യെസ്, ഷീസ് മിസ്സിങ്. വിഹാന്റെ വാക്കുകൾ നിരഞ്ജന്റെ കാതിൽ തുളച്ചു കയറി. അവന് ശരീരം തളർന്നു പോകുന്നത് പോലെ തോന്നി. മനസ്സിലേക്ക് വീണ്ടും സ്വപ്നത്തിൽ ആ ദൃശ്യങ്ങൾ വന്നു പൊതിയുന്നത് പോലെ. കണ്ണ, നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ കൂടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് മുറിയിൽ റെസ്റ്റ് എടുക്കുകയായിരുന്നു എൻ്റെ അമ്മു. ഞാൻ ചെറുതായൊന്ന് മയങ്ങിപ്പോയി. അപ്പോഴൊക്കെ അവൾ മിസ്സിങ് ആയെന്ന് വെച്ചാൽ നോ, ഞാനിത് വിശ്വസിക്കില്ല. അവൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഇല്ല, വർഷ ഇവിടെ എവിടെയുമില്ല. ഞങ്ങൾ മുഴുവൻ അന്വേഷിച്ചു. നമ്മുടെ വീട്ടിലും അവളുടെ വീട്ടിലും വിളിച്ചു ചോദിച്ചു. അവൾ എവിടെയും എത്തിയിട്ടില്ല. വിഹാൻ നേരം അവനോട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ പോയില്ല. അതുകൂടി പറഞ്ഞാൽ നിരഞ്ജൻ എങ്ങനെ അതെടുക്കുമെന്ന് അവനൊരു പിടുത്തമില്ലായിരുന്നു. വൈകാതെ പോലീസ് എത്തുകയും എല്ലാവരിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ചറിയുകയും വർഷയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. സൈബർ സെൽ വർഷയുടെ നമ്പർ ട്രേസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. സിസ്റ്റർ അനിത വർഷ തന്നോട് അവസാനമായി സംസാരിച്ച കാര്യങ്ങൾ പോലീസിനോട് സൂചിപ്പിച്ചതിൻ്റെ ഭാഗമായി ആ പഴയ ലൈബ്രറി കെട്ടിടം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല. വർഷയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം ശക്തമാക്കി. പോലീസിന് പുറമെ നിരഞ്ജനും വിഹാനും വർഷയെ അന്വേഷിച്ചു നാട് മുഴുവൻ അലഞ്ഞു നടന്നു. നീണ്ട 2 മണിക്കൂർ നേരത്തെ അന്വേഷണത്തിന് ശേഷം ഇരുവരും ഹോസ്പിറ്റലിലേക്ക് തിരിച്ചെത്തി. മേഘ അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. നിരഞ്ജൻ അപ്പോഴേക്കും ആകെ തളർന്നു പോയിരുന്നു. അവൻ നേരെ ചെന്നത് തൻ്റെ കൺസൾട്ടിംഗ് റൂമിലേക്കാണ്. വർഷയുടെ ബാഗ് അവിടെ ഉണ്ടായിരുന്നു. അവനത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. തൻ്റെ റിവോൾവിംഗ് ചെയറിൽ ചാരിയിരുന്ന് കണ്ണുകൾ ഇറുക്കി അടച്ചു. അമ്മു, നീ എവിടെയാ? എന്നോട് പറയാതെ നീ എവിടെയാ പോയത്? നിനക്കറിയില്ലേ ഈ ഹൃദയം മിടിക്കുന്നത് പോലും നിനക്ക് വേണ്ടിയാണെന്ന്. നീ ഇല്ലാതെ, നമ്മുടെ കുഞ്ഞില്ലാതെ എനിക്ക് പറ്റില്ലടി. ഇതിനു വേണ്ടിയാണോ അമ്മു നീ ഇന്ന് എനിക്ക് സ്നേഹം വാരിക്കോരി തന്നത്? അവൻ്റെ ഓർമ്മകൾ നേരത്തെ ലഞ്ച് കഴിക്കുന്ന നേരത്തിലേക്ക് നീണ്ടു. അമ്മു, നീ എന്താ കഴിക്കാത്തത്? കഴിക്ക്. എനിക്ക് വേണ്ട ചേട്ടാ, എനിക്കെന്താ വിശപ്പില്ല. അതെന്താ വിശപ്പില്ലാത്ത? എനിക്ക് വാരിത്തരുമോ? ഇതേ പെണ്ണെ, കൊഞ്ചാതെ പെട്ടെന്ന് കഴിക്കാൻ നോക്ക്. എനിക്ക് ഒരുപാട് ജോലിയുള്ളതാ. എനിക്ക് വേണ്ട. അമ്മു, നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? വാശിയല്ല ചേട്ടാ, എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ചോദിച്ചതല്ലേ. ഇയാൾക്ക് വയ്യെങ്കിൽ വേണ്ട, ഞാനും വാവയെന്ന് പട്ടിണി കിടന്നോളാം. അത് കേട്ടത് അവൻ അവളെ കൂർപ്പിച്ച് നോക്കി അവൾക്ക് വാരിക്കൊടുക്കാൻ തുടങ്ങി. ഇടയ്ക്കിടെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നതിൻ്റെ കാരണം തിരക്കിയപ്പോൾ അവൾ സന്തോഷം കണ്ട എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറി. നിരഞ്ജൻ ഓർമ്മകളിൽ നിന്നുണർന്നു. തലേ ദിവസവും രാത്രിയും അന്നേ ദിവസവും മുഴുവനും അവളുടെ പ്രവൃത്തിയിൽ നല്ല മാറ്റം ഉണ്ടായിരുന്നു. തന്നെ സ്നേഹിച്ച് കൊതി വരാത്ത പോലെ പെരുമാറുക, അല്ലെങ്കിൽ തൻ്റെ സ്നേഹത്തിന് വേണ്ടി വാശി പിടിക്കുക. അവളെന്തോ മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെയായിരുന്നു അവളുടെ പ്രവൃത്തികൾ. താനറിയാതെ എന്തോ ഒന്ന് നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ അത് ഉറപ്പായും മേഘയ്ക്ക് അറിയായിരിക്കാം എന്ന വിശ്വാസത്തിൽ നിരഞ്ജൻ തൻ്റെ ഓഫീസ് റൂമിനുള്ളിലേക്ക് നടന്നു. വിഹാൻ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. വിഹാൻ മേഘയോട് കയർത്ത് സംസാരിക്കുന്നത് കേട്ടിട്ടാണ് നിരഞ്ജൻ അവരുടെ സംസാരം ശ്രദ്ധിച്ചത്. ഞാനൊരു 1000 പ്രാവശ്യം പറഞ്ഞതാ ഇത് റിസ്ക് ആണെന്ന്. ഇക്കാര്യം അച്ചുവിനെ അറിയിച്ചിരുന്നേൽ ഇങ്ങനെയൊക്കെ വരുമായിരുന്നു. ഇതിപ്പോൾ ഞാനും കൂടി അറിഞ്ഞുകൊണ്ടാണെന്ന് പറഞ്ഞു അച്ചു എന്നെയും കുറ്റപ്പെടുത്തുകയുള്ളൂ. ഇനി വർഷയെ കെട്ടിയിട്ട് മതി നമ്മൾ തമ്മിലുള്ള സംസാരം പോലും. കണ്ണേട്ട, ഞാൻ അറിഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. മിണ്ടരുത്. നീ ഒരുത്തിയാണ് കാര്യം ഇത്രയൊക്കെയും വഷളാക്കിയത്. നീയാണ് വർഷയെ പ്രോത്സാഹിപ്പിച്ച് ഓരോ കുഴിയിൽ ചെന്ന് ചാടിച്ചത്. എന്നിട്ടിപ്പോൾ ആ ശീതൾ എവിടെ? അവൾ നിങ്ങളെയും പറ്റിച്ച് അതിവിദഗ്ധമായി രക്ഷപ്പെട്ടു. കണ്ണേട്ടൻ, നമുക്ക് അവളെ അന്വേഷിച്ചു പോയാലോ? അവളെ കിട്ടിയ അമ്മ എവിടെയാണെന്ന് അറിയാൻ പറ്റുമോ? എനിക്കറിയാം അവളുടെ വീട്. നീ മിണ്ടരുത്. ഇനി അവളുടെ പിറകെ പോവാൻ ഞാൻ അവളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പോലീസിന് കൊടുത്തിട്ടുണ്ട്. പോലീസ് അവൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ്. ഇത്രയും കേട്ടതും നിരഞ്ജന ഏകദേശ ധാരണ പിടികിട്ടി. തൻ്റെ ഊഹം ശരിയാണ്. താനറിയാതെ എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട്. അതും മനസ്സിൽ കരുതി അവൻ ഡോറും തുറന്ന് മുറിയിലേക്ക് നടന്നു. നിരഞ്ജനെ അവിടെ കണ്ടതും വിഹാനും മേഘയും ഒന്ന് പതറി. വിഹാനെ ഒന്ന് നോക്കിയ ശേഷം അവൻ മേഘയുടെ അരികിലേക്ക് നീങ്ങി. മേഘയ്ക്ക് അവനെ ഫേസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
ഈ സമയത്ത് പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. വർഷയെപ്പറ്റി നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അതെന്നോട് തുറന്നു പറ. ഞാൻ നിന്നെ അമ്മൂൻ്റെ കൂട്ടുകാരിയായോ അല്ലെങ്കിൽ എൻ്റെ അനിയൻ്റെ ഭാര്യയായോ മാത്രമല്ല കണ്ടിട്ടുള്ളത്, എൻ്റെ സ്വന്തം അനിയത്തിയായിട്ടാണ്. എനിക്കറിയാം അമ്മൂന് ദോഷം വരുന്നതൊന്നും നീ ചെയ്യില്ലെന്ന്. പറ, എന്താ ശരിക്കും സംഭവിച്ചത്? നിരഞ്ജൻ വളരെ ശാന്തമായിട്ടാണ് അവളോട് പെരുമാറിയത്. അതവളിൽ ആശ്വാസം നിറച്ചു. മേഘ അവൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയും അവനോട് പറഞ്ഞു. നിങ്ങളുടെ പ്ലാൻ എങ്ങനെയോ അവർ അറിഞ്ഞിരുന്നു. എല്ലാം കേട്ട നിരഞ്ജൻ ഇവരോടായി പറഞ്ഞു. അച്ചുവേട്ട, ഞങ്ങൾ സംസാരിക്കുന്നതേ ഇവിടെ അറ്റൻഡർ വിൻസെൻ്റ് എന്നയാൾ കേട്ടിരുന്നു. എനിക്ക് അയാളുടെ അന്നേരത്തെ നോട്ടത്തിൽ എന്തോ പന്തികേട് തോന്നിയിരുന്നു. മേഘ അവിടെ നടന്ന സംഭവം കൂടി അവനോട് പറഞ്ഞു. നോ, ഞാൻ അങ്ങനെ ഒരു ഫയൽ എടുക്കാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇനി നിന്റെ ഊഹം ശരിയാണെങ്കിൽ അവനും ഇതിനെന്തെങ്കിലും പങ്ക് കാണും. നമുക്ക് എത്രയും പെട്ടെന്ന് അവനെ പൊക്കണം എന്നും പറഞ്ഞ് വിഹാനും നിരഞ്ജനും ഹോസ്പിറ്റലിൽ മൊത്തം വിൻസെന്റിന് വേണ്ടി തിരച്ചിൽ നടത്തിയെങ്കിലും ആളുടെ പൊടി പോലും അവിടെ ഇല്ലായിരുന്നു. അവനെക്കുറിച്ചുള്ള വിവരങ്ങളും നിരഞ്ജൻ പോലീസിന് കൈമാറി. അന്വേഷണം പല ഭാഗത്തായി നടക്കുന്നുണ്ടെങ്കിലും രാത്രി 10 മണിയായിട്ടും വർഷയെപ്പറ്റി ഒരറിവില്ലായിരുന്നു. സമയം നീങ്ങും തോറും 3 പേരിലും പരിഭ്രാന്തി നിറഞ്ഞു. ഇതൊരു കിഡ്നാപ്പിംഗ് അല്ലെന്ന് നിരഞ്ജന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എപ്പോഴേ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് തനിക്ക് കോൾ വന്നേനെ. അവരുടെ ഉദ്ദേശം അമ്മുവിനെ ഇല്ലാതാക്കുക എന്നത് തന്നെയാണ്. അത് ഓർക്കും തോറും അവനിൽ പേടി കൂടിക്കൂടി വന്നു. പെട്ടെന്നാണ് ആ സ്വപ്നം അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. അവളെ വലിച്ചഴച്ചു കൊണ്ടുപോയ ആ വഴി തനിക്ക് നല്ല പരിചയമുള്ളതുപോലെ, അത് ഇവിടെ എവിടെയോ കണ്ടു മറന്ന വഴി പോലെ. അവൻ ഒന്നുകൂടി കണ്ണുകൾ അടച്ചു പിടിച്ചു. അന്നേരം അവൻ്റെ മനസ്സിലേക്ക് എന്തൊക്കെയോ ചില സൂചനകൾ കടന്നു വന്നു. വിഹാനയും മേഘയും കൂട്ടി ഹോസ്പിറ്റലിനോട് ചേർന്ന് കിടക്കുന്ന പഴയ ലൈബ്രറിയുടെ ഭാഗത്തേക്ക് അവൻ നടന്നു. അവിടെ നിന്നും ഇടുങ്ങിയൊരു വഴിയിലൂടെ മൂവരും നടന്നു നീങ്ങി. അവൻ സ്വപ്നത്തിൽ കണ്ട അതേ വഴി. ഇതെങ്ങോട്ടാ അച്ചു നീ പോകുന്നത്? വിഹാൻ സംശയത്തോടെ അവനെ നോക്കി. കുറച്ച് നടന്ന അവിടെ ഒരു പഴയ ബിൽഡിംഗ് ഉണ്ട്. പണി പൂർത്തിയാവാത്ത പഴയ ബിൽഡിംഗ്. അവിടെയായിരുന്നു SM ഹോസ്പിറ്റൽ വരേണ്ടിയിരുന്നത്. അതിൻ്റെ പണി നടക്കുന്നതിനിടയിൽ അതിൻ്റെ മുകളിൽ നിന്ന് ഒരു തൊഴിലാളി വീണ് മരിക്കുകയുണ്ടായി. പിന്നീട് പണിക്കാർ അയാളുടെ പ്രേതത്തെ കണ്ടുവെന്നോ മറ്റു പറഞ്ഞ് ഗോസിപ്പ് പരന്നതോടെ അതവിടെ ഉപേക്ഷിച്ചു. 3-4 നില മാത്രമേ അപ്പോഴേക്കും പൂർത്തിയായിരുന്നുള്ളൂ. അതുകൊണ്ട് വലിയ നഷ്ടം ഉണ്ടായില്ല. പിന്നീട് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഹോസ്പിറ്റൽ പണി കഴിപ്പിക്കുകയായിരുന്നു. ഇപ്പോഴും ആ ബിൽഡിംഗ് അതുപോലെ കിടപ്പുണ്ട്. ആ ഭാഗത്തേക്ക് ആരും പോവാറില്ല. വിൽക്കാനും പറ്റുന്നില്ല. നിരഞ്ജൻ തനിക്കറിയാവുന്ന കാര്യങ്ങൾ അവരോട് പറഞ്ഞു. നമ്മൾ എന്തിനാ അച്ചു ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്? നിരഞ്ജൻ തൻ്റെ സ്വപ്നവും മനസ്സിലെ സംശയം അവരോട് പറഞ്ഞു. അപ്പോഴേക്കും അവർ ആ ബിൽഡിങ്ങിനകത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. തങ്ങളുടെ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് വെളിച്ചതിൽ അവർ ആ ബിൽഡിംഗ് മുഴുവനും അന്വേഷിച്ചു. അകത്ത് മുഴുവൻ അന്വേഷിച്ചു തിരികെ പുറത്തിറങ്ങാൻ നേരാണ് വർഷയുടെ ഒരു ചെരുപ്പ് മേഘയുടെ കണ്ണിൽ പെടുന്നത്. അതോടെ അവർക്ക് ഉറപ്പായി അവിടെ എവിടെയോ വർഷ ഉണ്ടെന്ന്. ഉടനെ പോലീസിൽ വിവരം അറിയിച്ചതും പോലീസും രക്ഷാപ്രവർത്തകരും അവിടെ എത്തി അവൾക്ക് വേണ്ടി തിരച്ചിൽ ആരംഭിച്ചു. ഇരുട്ട് പരന്ന പ്രദേശം വൈകാതെ വെളിച്ചം പരന്നു. പോലീസ് നായ മണം പിടിച്ച് അവിടെ മുഴുവനും ഓടി നടന്നു. ഒടുവിൽ ഒരു ഇടുങ്ങിയ കുഞ്ഞു മുറിക്ക് വെളിയിൽ നിന്നും പോലീസ് നായ നിർത്താതെ കുരക്കുന്നത് കണ്ടതും എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടെത്തി. മുറി പുറത്തു നിന്നും പൂട്ടിയിട്ടുണ്ടായിരുന്നു. പോലീസ് പൂട്ട് തല്ലി പൊട്ടിച്ചു. വളരെ ചെറിയ മുറിയായിരുന്നു അത്. തുറന്നിട്ടാൽ പോലും ശ്വാസം കിട്ടാൻ നന്നേ പ്രയാസമാണ്. അതിനാൽ രക്ഷാപ്രവർത്തകരിൽ ഒരാൾ മാത്രമാണ് അകത്ത് കടന്നത്. അയാൾ തൻ്റെ കയ്യിലെ ടോർച്ച് നീട്ടി ചുറ്റും നോക്കി. നിരഞ്ജൻ അകത്ത് കയറുന്നത് കണ്ടതും പോലീസ് തടഞ്ഞു. ഡോക്ടർ പ്ലീസ്, ഇപ്പോൾ പോവാൻ പറ്റില്ല. പെട്ടെന്നകത്ത് കയറിയ ആളെ വിളിച്ച് പറയുന്നത് കേട്ടു. ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ട് സാർ. അത് കേട്ട നിരഞ്ജൻ ശ്വാസം എടുക്കാൻ പോലും മറന്നുപോയിരുന്നു. തന്നെ തടഞ്ഞു വെച്ച ആൾക്കാരെ തള്ളി മാറ്റി അവൻ അകത്ത് കയറി വീണ് കിടക്കുന്ന രൂപത്തിന് മുന്നിലെത്തി. അവൻ തൻ്റെ ഫോണെടുത്ത് ഫ്ലാഷ് ലൈറ്റ് അടിച്ചു നോക്കിയതും അവനിൽ നിന്നും ഒരു നിലവിളി ഉയർന്നു. അമ്മൂ! നിരഞ്ജന ശബ്ദം ആ പഴയ ബിൽഡിംഗ് മാത്രമായിരുന്നില്ല, SM ഹോസ്പിറ്റൽ കോമ്പൗണ്ട് മുഴുവനുമാണ് പിടിച്ചുലച്ചത്. നിലത്ത് മുട്ടുകുത്തിയിരുന്ന് അവൻ താഴെ വീണ് കിടക്കുന്നവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. സാർ, ഇതെൻ്റെ അമ്മുവാണ് സാർ. നിരഞ്ജൻ്റെ വിറയാർന്ന ശബ്ദം കേട്ട് ACP അജിൻ അവൻ്റെ ചുമലിൽ തട്ടി ആശ്വസിപ്പിച്ചു. വർഷയുടെ വാടിത്തളർന്ന ശരീരം അവൻ കൈകളിൽ കോരിയെടുത്ത് ആ ചെറിയ മുറി വിട്ടിറങ്ങി. നിരഞ്ജൻ അവളെ തറയിൽ കിടത്തി. അപ്പോഴേക്കും വിഹാനും മേഘയും നിരഞ്ജൻ്റെ അരികിൽ വന്നു. വിഹാൻ നിരഞ്ജൻ്റെ തോളിൽ തട്ടിയതും സ്വബോധം വീണ്ടെടുത്ത നിരഞ്ജൻ അവളുടെ നാസികയിൽ തൻ്റെ ചൂണ്ടുവിരൽ മുട്ടിച്ചു നോക്കി. വാടിയ ചേമ്പിൻ തണ്ട് പോലുള്ള അവളുടെ കൈ പിടിച്ച് പൾസ് നോക്കി. താങ്ക് ഗോഡ്. നിരഞ്ജൻ്റെ ചുണ്ടുകൾ അത് മൊഴിഞ്ഞതും വിഹാൻ്റെയും മേഘയുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു വന്നു. കണ്ണ, പൾസ് ഉണ്ടടാ. ഐ ഫീൽ ലൈക്ക് നത്തിങ് ഹാപ്പൻ ടു ഹർ. ബട്ട് എത്രയും പെട്ടെന്ന് പ്രോപ്പർ കെയർ കിട്ടിയേ തീരൂ. കണ്ണ, കോൾ ദി ആംബുലൻസ്. അത് പറയുന്നതോടൊപ്പം അവൻ തൻ്റെ ഇരു കൈത്തലവും ഉപയോഗിച്ച് അവളുടെ നെഞ്ചിലേക്ക് 2-3 തവണ പ്രസ് ചെയ്തു. ഓ താങ്ക് ഗോഡ്.
ബ്രീത്തിങ് ഉണ്ടടാ. നിരഞ്ജൻ തൻ്റെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് അവളെ ഒന്നുകൂടി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അന്നേരം അവൻ വർഷയുടെ കാര്യം മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. അവളുടെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ എന്നോർത്ത് അവൻ ദൈവത്തിന് നന്ദി അറിയിച്ചു. വിഹാൻ പെട്ടെന്ന് തൻ്റെ ഫോണെടുത്ത് തങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു. ഹലോ, ഐ എം വിഹാൻ ശങ്കർ. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള പഴയ ബിൽഡിങ്ങിനടുത്തേക്ക് ആംബുലൻസായി വരണം. ഡോണ്ട് ഡിലേ, ഓക്കെ? വിഹാൻ അത്രയും പറഞ്ഞ് കോൾ അവസാനിപ്പിച്ചു. ഏതാനും നിമിഷത്തിനുള്ളിൽ സൈറൺ മുഴക്കിക്കൊണ്ട് അങ്ങോട്ട് ആംബുലൻസ് കുതിച്ചെത്തി. അറ്റൻഡർമാർ സ്ട്രെച്ചറും കൊണ്ട് അകത്തേക്ക് പാഞ്ഞെത്തി. വിഹാനും നിരഞ്ജനും ചേർന്ന് വർഷയെ സ്ട്രെച്ചറിൽ കിടത്തി. ആ ആംബുലൻസ് അവിടുന്ന് കുതിച്ച് പാഞ്ഞു.